Hello, my dears. Here we are again with the textbook English for Undergraduates. Today we will discuss the chapter Phrasal Verbs and Idiomatic Expressions. That is Unit 9. When I open the textbook at page number 57, you can see this chapter, Phrasal Verbs and Idiomatic Expression. നോക്കാം എന്താണെന്ന്. A phrasal verb is a combination of a verb and a preposition or an adverb or both. So preposition ഒരു ഫ്രേസും ഒക്കെ ചേർന്നതാണ് the phrasal verb, അല്ലെങ്കിൽ ഒരു verbും ചേർന്നതാണ്. So however, the meaning of the combined words usually differs from the meaning of the words used in a phrasal verb. So നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വേറെ എന്തോ ആണെന്ന് വിചാരിക്കും അല്ലെ, ബട്ട് മീനിങ് വേറെ ആയിരിക്കും. സോ ഡയറക്റ്റ് ആയിട്ടുള്ള വേർബിന്റെ ആ ഒരു മീനിങ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാകുക. സോ ലുക്ക് അറ്റ് ദ ഫ്രേസൽ വെർബ്സ് ഗിവൺ ബിലോ. ഒന്നാമത്തത് കോൾ ഓഫ്. സോ നമുക്ക് എക്സാമിന് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ് അർത്ഥം. പിന്നെ ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ അല്ലെ, യു ക്യാരി ഓൺ എന്ന് പറയും. അങ്ങനെ കട്ട് ഡൗൺ അല്ലെ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നാണ്. അല്ലെ പ്രൈസ് വാസ് cut down. Next നോക്കിയേ, get across എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. ഗിവ് അപ്പ് പറഞ്ഞാൽ സറണ്ടർ അല്ലെങ്കിൽ ക്വിറ്റ് എന്നാണ്, കിറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ കൈമാറുക അല്ലെ, ട്രാൻസ്പോർട്ട് ചേഞ്ച് ഓർ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് നോക്കിയേ, ഹോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിലേ എന്നാണ് അർത്ഥം, താമസിപ്പിക്കുക. ലെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ഡിസപ്പോയിന്റ്മെന്റ്. ഷീ കോസ്ഡ് ഹിം ലെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവൾ അവനെ അല്ലെ സങ്കടപ്പെടുത്തിയെന്ന്. നെക്സ്റ്റ് നോക്കിയേ, മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് അർത്ഥം അല്ലെ, വി നീഡ് എ മേക്ക് ഓവർ. പ്ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ മിനിമൈസ് അല്ലെങ്കിൽ റെഡ്യൂസ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ അല്ലെ, മാറ്റി വെക്കുക, നീക്കി വെക്കുക എന്നാണ്. റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് എന്നാണ് അർത്ഥം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് അല്ലെ, തകരുക എന്നാണ് അർത്ഥം. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്നാണ് അർത്ഥം അല്ലെ, കോൾ ഫോർ വിളിപ്പിക്കുക എന്നൊക്കെയാണ്. പിന്നെ ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എന്നാണ് അർത്ഥം. ഐ ഡ്രോപ്ഡ് ഇൻ അല്ലെ, അവളുടെ അടുത്ത് പോയി എന്നാണ് അർത്ഥം. ഫോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് എന്നാണ് അർത്ഥം. ഹാങ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ഹി ഹങ് അറൗണ്ട് എന്നൊക്കെ പറയും. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട്, ആന്റിസിപ്പേറ്റ്. ഐ വിൽ ലുക്ക് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു എന്നൊക്കെ പറയില്ലേ. നെക്സ്റ്റ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് അല്ലെ, സഹിക്കാൻ പറ്റാതിരിക്കുക അല്ലെ, ഐ കാണ്ട് പുട്ടപ്പ് വിത്ത് യു എന്നൊക്കെ പറയാം. നെക്സ്റ്റ് പേജ് നമ്പർ 58 എടുക്കുക. സം ഫ്രേസൽ വെർബ്സ് ആർ സെപ്പറബിൾ. സോ ചില ഫ്രേസൽ വെർബ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഉപയോഗിക്കാം. പക്ഷെ ചിലതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അല്ലേ പറയുന്ന സെന്റൻസിൽ ഏതെങ്കിലും ഒരു വേർഡ് അതിൻ്റെ ഉള്ളിൽ വരും, എന്നാലേ നമുക്ക് ആ മീനിങ് കൃത്യമായിട്ട് കിട്ടും. നോക്കാം. ഹൗവർ സം cannot be used with another word in between. Look at the following sentences where phrasal verbs are used. Example, the match had to be called off due to heavy rain. So മഴ കാരണമല്ലേ മാച്ച് ക്യാൻസൽ ചെയ്തു. The team felt that the decision of the umpire had let them down. So let down എന്ന് പറയുന്നതിന് പകരം അല്ല എന്ത് പറയേണ്ടി വരും, let them down. സോ ആ മീനിങ് അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. സോ നെക്സ്റ്റ് നോക്കിയ, I need to drop in at the bank on my way to college. ഇവിടെ നമുക്ക് മേലെ ഉള്ളതിന് എന്തും ചെയ്യാം. ഹാഡ് ദ അമ്പയർ ഹാഡ് ദം ലെറ്റ് ഡൗൺ എന്നും പറഞ്ഞാലും ശരിയാണ്. ബട്ട് അല്ലെ അപ്പോൾ എന്തില്ല, അവർ ഇംഗ്ലീഷ് അറിഞ്ഞ് അല്ലെ സംസാരിക്കുന്നവരെ സാധാരണ അങ്ങനെ പറയാറില്ല ഒപ്പരം. സോ അവിടെ എന്ത് ചെയ്യുക, അല്ലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു സെന്റൻസിന് ഭംഗി വരുന്നത്, അല്ലാണ്ട് അത് തെറ്റ് ആവുന്നില്ല. നെക്സ്റ്റ് നോക്കുക, ഐ നീഡ് ടു ഡ്രോപ്പ് ഇൻ അറ്റ് ദി ബാങ്ക് ഓൺ മൈ വേ ടു കോളേജ്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഐഡന്റിഫൈ ദ ഫ്രേസൽ വെർബ്സ് ഇൻ ദീസ് സെന്റൻസസ്, ഫൈൻഡ് ഔട്ട് ദർ മീനിങ്സ്. നോക്കുക. ജോൺ ആസ്ക്ഡ് ആഫ്റ്റർ യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ
ടു ആസ്ക് അബൌട്ട് സംവൺ ഓർ സംതിങ് അല്ലെ. ജോൺ നിന്നെ പറ്റി ചോദിച്ചു അല്ലെ, അന്വേഷിച്ചു എന്നാണ്. ഓൾ അവർ പ്രോബ്ലംസ് ബോയിൽ ഡൗൺ ഓൺ ടു വൺ തിങ്, മണി. സോ ബോയിൽ ഡൗൺ ടു എന്ന് പറഞ്ഞാൽ ടു ഹാവ് സംതിങ് ആസ് എ മെയിൻ ഓർ ബേസിക് പാർട്ട്. സോ എല്ലാം കൂടി അല്ലെ നമുക്ക് ഒന്നിലേക്ക് അല്ലെ, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഒന്നാണ് എന്ന് പറയില്ല നമ്മൾ. സോ ആ ഒന്നാണ് എന്നുള്ളതാണ് ബോയിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ അല്ലെ, എല്ലാം കൂടി നമുക്ക് ഒന്നിൽ ഉൾപ്പെടുത്താൻ പറ്റുക. ഇതാണ് എന്ത് ബോയിൽ ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. നെക്സ്റ്റ് നോക്കുക, ഐ വിൽ ക്യാച്ച് അപ്പ് വിത്ത് യു ഇൻ ദ ഈവനിങ്. സോ മീൻസ് ടു ഫൈനലി സ്റ്റാർട്ട് ടു കോസ് പ്രോബ്ലംസ് ഫോർ സംബഡി ആഫ്റ്റർ ദേ ഹാവ് മാനേജ് ടു അവോയ്ഡ് ദിസ് ഫോർ സം ടൈം. സോ ഐ വിൽ ക്യാച്ച് അപ്പ് വിത്ത് യു എന്ന് പറഞ്ഞാൽ അല്ലെ, ഞാൻ നിന്നെ പിടിച്ചോളാം അല്ലെ, എടുത്തോളാം എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ പറയില്ലേ. സോ കുറെ കാലം അല്ലെ ഒഴിഞ്ഞു നടന്നതാണ്, ഇനി എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ എടുത്തോളാടാ എന്ന് പറയില്ല. അതാണ് അതിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് ആണ് എന്ത് ക്യാച്ച് അപ്പ് വിത്ത് യു. നമ്മൾ പറയില്ലേ, യു മസ്റ്റ് ഹാമർ ഔട്ട് ദ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് വിത്ത് യുവർ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ റീച്ച് ഡിസിഷൻ ഓർ അഗ്രിമെന്റ് ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് അല്ലേ ഡിസ്കഷൻ ചെയ്തിട്ടൊരു യോജിപ്പിലെത്തണം എന്നാണ്. ഹാമർ ഔട്ട് എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തിയല്ലേ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വരുതിയിൽ വരുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹി ഹാസ് ലാൻഡഡ് ഇൻ ട്രബിൾ വിത്ത് ദി പോലീസ് അഗെയിൻ. സോ ലാൻഡ് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ല, അവൻ പിന്നെയും കുഴപ്പത്തിൽ ചെന്ന് ചാടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ലാൻഡ് ഇൻ. നെക്സ്റ്റ് നോക്കിയേ, the police are on the lookout for the suspect. So lookout for എന്ന് പറഞ്ഞാൽ carefully watch to avoid a danger. So vigilant എന്നുള്ളതാണ്. സോ അവരല്ലേ പോലീസ് എന്താണ് പ്രതിക്കായി അല്ലെ വളരെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ. വളരെ വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണ് അപകടം ഒഴിവാക്കാനായിട്ട്. അതാണ് ഈ ലുക്ക് ഔട്ട് ഫോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്ക്, the rise in the prices of essential commodities nibbles away at people's savings. Nibbles away എന്ന് പറഞ്ഞാൽ disappear or go very slowly. സോ വളരെ ചെറിയ രീതിയിൽ താഴുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കേ, though he was very ill, the doctors managed to pull him through. സോ അവിടെ നമ്മൾ ഹിം അടക്കി വെച്ചിട്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. എങ്ങനെ വേണ്ടത്, പുൾ ത്രൂ എന്നാണ്. സോ അങ്ങനെ പറഞ്ഞാൽ എന്ത് വരും മീനിങ്, ടു സക്സീഡ് ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സോ അല്ലെ വളരെ കഷ്ടപ്പെട്ട് അല്ലെ ഒരുവിധം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കടന്നുകൂടുക എന്നാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നോക്കേ, ദ പൈലറ്റ് ടോൾഡ് ദ ക്യാബിൻ ക്രൂ ടു ഗെറ്റ് റെഡി ഫോർ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു ഫ്ലൈറ്റ് പുറപ്പെടുക എന്നാണ് ഉദ്ദേശിച്ചത്. യു കാണ്ട് ജസ്റ്റ് വിഷ് അവേ യുവർ പ്രോബ്ലംസ് അല്ലെ എന്ന് പറഞ്ഞതോ, ടു ഡു നത്തിങ് ആൻഡ് ഹോപ്പ് ദാറ്റ് എ പ്രോബ്ലം വിൽ ഡിസപ്പിയർ. സോ നമ്മളല്ലേ വെറുതെ വിഷ് അവേ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഒന്നും ചെയ്യാണ്ടല്ലേ വെറുതെ ആഗ്രഹിക്കുന്നതിനാണ് പറയേണ്ടത് വിഷ് അവേ. നെക്സ്റ്റ് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, എന്താണ് ഐഡന്റിഫൈ ദ ഫ്രേസൽ വെർബ്സ് ഇൻ ദ സെന്റൻസസ് അണ്ടർ കോളം എ and match them with their meanings given in column B. So ഒന്നാമത്തെ കോളത്തിൽ നോക്കിയേ, ഏതാണ്, the agitators forced the authorities to back down on their plans to cut trees. back down എന്നുള്ളതാണ് means C ആണ് വേണ്ടത്. to admit that they are wrong or defeated. second നോക്കിയേ, her breakthrough came when her novel got the award. ഏത് വരിക, എച്ച് ആണ് വരിക, അതായത് സക്സസ് ദാറ്റ് ഹെൽപ്സ് യു ടു അച്ചീവ് സംതിങ്. ബ്രേക്ക് ത്രൂ എന്നുള്ളതാണ് ഫ്രേസൽ വെർബ്. നെക്സ്റ്റ് നോക്കി, ദ ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് വിൽ ബി ക്യാരിഡ് ഔട്ട് നെക്സ്റ്റ് മന്ത്. ക്യാരി ഔട്ട് എന്നുള്ളതാണ്. സോ മീൻസ് ടു ഡു ഓർ കംപ്ലീറ്റ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. Next, okay. When the exams were around the corner, it dawned on me that I was not prepared. So, on the dawn of എന്താ പറയാ, around the corner അല്ലെ ഏതാ വരുക, to realize or understand, it dawned in me എന്നുള്ളതാണ്.
സോ ഡോൺ ഇൻ മീ എന്ന് പറഞ്ഞാൽ ഇത് ഡോൺ മീ എന്ന് പറഞ്ഞാൽ ടു റിയലൈസ് ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ആണ്. സോ നമ്മൾ തലയിൽ ബുദ്ധി ഉദിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് ഡോൺ എന്ന് പറഞ്ഞാൽ ഉദിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്ക്, ഐ എൻഡഡ് അപ്പ് പേയിങ് ദ എൻറ്റയർ ബിൽ ഓഫ് ദി ഫംഗ്ഷൻ. സോ ഏതാ വരിക? എൻഡഡ് അപ്പ് എന്നുള്ളതാണ്, ബി ആണ് അല്ലെ, ടു ഫൈനലി ബി ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഓർ സിറ്റുവേഷൻ. നെക്സ്റ്റ് നോക്ക്, ഹി ലെഫ്റ്റ് ഹോം ആഫ്റ്റർ ഫാളിംഗ് ഔട്ട് വിത്ത് ഹിസ് പാരന്റ്സ്. സോ ഫാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡി ആണ്, ലൈക്ക് ടു ആർഗ്യൂ ആൻഡ് സ്റ്റോപ്പ് ബീങ് ഫ്രണ്ട്ലി വിത്ത് സംവൺ. നെക്സ്റ്റ് നോക്ക്, ദ അലാം വെന്റ് ഓഫ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. അങ്ങനെ വെന്റ് ഓഫ് അല്ലെങ്കിൽ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഏതാ വരിക? ജെ ആണ്, ടു സഡൻലി മേക്ക് എ ലൗഡ് നോയിസ്. നെക്സ്റ്റ് നോക്ക്, ദ മിനിസ്റ്റർ ലാഷ്ഡ് ഔട്ട് അറ്റ് ദി ഇൻഎഫിഷ്യൻസി ഓഫ് ദി ഓഫീസർ. ഏത് വരും? ഇ ആണ് വരിക, അതായത് ടു ക്രിട്ടിസൈസ് ഇൻ ആൻ ആംഗ്രി വേ. ലാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ കയർക്കുക എന്നാണ് അർത്ഥം, കയർത്ത് സംസാരിക്കുക. നെക്സ്റ്റ് നോക്ക്, ഹി മഗ്ഡ് അപ്പ് ദ എൻറ്റയർ ഹിസ്റ്ററി ബുക്ക് ഫോർ ദ എക്സാംസ്. ടു മഗ്ഗപ്പ് എന്നാണ് വേണ്ടത്, ഏതാ വരിക? എഫ് ആണ്, അതായത് ടു ക്വിക്ക്ലി ട്രൈ ടു ലേൺ ദി മെയിൻ ഫാക്ട്സ്. നെക്സ്റ്റ് നോക്ക്, പത്താമത്തത്, ഇറ്റ് ഈസ് ടൈം ടു റാപ്പ് അപ്പ് ദി പ്രോഗ്രാം. സോ റാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പത്താമത്തത് ഏതാ വരിക? ജി ആണ്, അതായത് ടു കംപ്ലീറ്റ് an activity successfully. Now open the next page. Idioms. Idioms ആണ്, അതായത് സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ. Every language has a certain particular word combinations that have a conventional meaning within the language. These are called idioms. So എന്താ അങ്ങനെ idioms പറഞ്ഞാല്? ചില പ്രയോഗങ്ങളാണ് അല്ലെ. നമ്മളിപ്പോ പറയുന്നു എല്ലുമുറിയെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലുമുറിയെ വരെ നീ പണിയെടുത്തോന്നാ അല്ല അല്ലെ. എന്താണ് നമ്മൾ പറയുന്ന മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ല ജസ്റ്റ് വർക്ക് ഹാർഡ് എന്നാ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിണ്ടാ? സോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കാണ് ഇഡിയം എന്ന് പറയാം. ദ മീനിങ് ഓഫ് ദ കോമ്പിനേഷൻ ഡിഫേഴ്സ് ഫ്രം ദ മീനിങ് ഓഫ് ഈച്ച് വേർഡ് യൂസ്ഡ് ഇൻ ഇറ്റ്. സോ നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലുമുറിയെ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെ മീനിങ് കേൾക്കുമ്പോൾ നമ്മൾക്ക് അല്ലെ അതുമായിട്ട് നേരിട്ട് മനസ്സിലാക്കരുത് അല്ലെ, നമ്മൾ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. സോ നോക്കാം, ബ്ലോ വൺസ് ട്രംഫറ്റ് എന്ന് പറഞ്ഞാൽ ബോസ്റ്റ് അബൌട്ട് ഓർ പ്രൈസ് വൺ സെൽഫ് അല്ലെ, സ്വയം പൊക്കുക. നെക്സ്റ്റ് ഓക്കെ, ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് ടിൽ ലേറ്റ് ഇൻ ദ നൈറ്റ്, അതായത് നല്ല പോലെ അല്ലെ ഹാർഡ് വർക്ക് ചെയ്യാം. അങ്ങനെ ബറി ദി ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ ഫർഗെറ്റ് പാസ്റ്റ് എനിമിറ്റി, പഴയ ശത്രുതയൊക്കെ മറക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്ക്, കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വർക്ക് ഫോർ ദ ഡേ, അതായത് ഒരു ദിവസത്തേക്ക് പണി നിർത്തുക. നെക്സ്റ്റ് നോക്ക്, ചൂ ദ കഡ് എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അല്ല നമ്മൾ അരച്ചത് തന്നെ അരച്ചുകൊണ്ടിരിക്കല്ല എന്ന് പറയില്ല, അതാണ് അല്ല പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈറ്റ് വൺസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ബാക്ക് ഓർ റിഗ്രറ്റ് വൺസ് വേർഡ്സ്, അതായത് അല്ലെ നമ്മൾ പറഞ്ഞു പോയതിൽ എന്തോ അല്ലെ വേദനിക്കുക പിന്നീട് ആലോചിച്ചിട്ട്. പിന്നെ എൻ്റർ ദ ഫ്രേ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഫൈറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ. നെക്സ്റ്റ് നോക്കുക, ഫീൽ ദ പിഞ്ച് എന്ന് പറഞ്ഞാലോ സഫർ ഫ്രം എ ലാക്ക് ഓഫ് മണി, പൈസ ഇല്ലാത്തത് കൊണ്ട് വേദനിക്കുക. ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് ഫോർ സംതിങ്, അല്ല അധികം പണിയെടുക്കുക. കീപ് ദ ഫ്ലാഗ് ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ടു ഫൈറ്റ് ഫോർ എ കോസ്, എന്തിനെങ്കിലും വേണ്ടി നിത്യവും അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാം. പാസ് ദ ബക്ക് എന്ന് പറഞ്ഞാൽ എവൈഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. റൈഡ് എ ടൈഗർ എന്ന് പറഞ്ഞാൽ ഡു എ ഫൂളിഷ് തിങ്, അല്ലെ ഒരു ടൈഗറിന്റെ പുറത്ത് പോകാൻ നോക്കുന്നത് മണ്ടത്തരാണ്. സോ അല്ലെ എന്തെങ്കിലും ഒരു മണ്ടത്തരം ചെയ്യാം. സേവ് വൺസ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിവ് അഡ്വൈസ്, ഉപദേശം കൊടുക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് നോക്ക്, മെയ്ഡ് മൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം ഹാപ്പി അല്ലെ, യു ഹാവ് റിയലി ഹെൽപ്ഡ് മീ ഹാപ്പി എന്നുള്ള രീതിയാണ് മെയ്ഡ് മീ ഹാപ്പി.
നെക്സ്റ്റ് ഒരു എക്സസൈസ് ആയിട്ട് നോക്കി. ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ടു കംപ്ലീറ്റ് ദീസ് ഇഡിയംസ്. എന്താണ്? ലോസിങ് ഹിസ് ജോബ് വാസ് എ ബെറ്റർ പിൽ ടു സ്വാല, അല്ലെ ഒരു ബിറ്റർ പില്ലാണ്, അതായത് കഴിക്കുന്ന ഗുളിക എന്നാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നോക്ക്. ഐ ആം എ ബിറ്റ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദീസ് ന്യൂ ഗാഡ്ഗറ്റ്സ്. എനിക്ക് അത്ര അല്ല ഇത് പരിചയമില്ല എന്നാണ് ഔട്ട് ഓഫ് ടച്ച്. എനിക്ക് അത്ര ടച്ച് ഇല്ല എന്ന് പറയില്ല അല്ലേ, അതാണ്. സിൻസ് ദ പ്രോജക്ട് ഫെയിൽഡ് വി ആർ ഓൾ ഗോയിങ് ടു ഫേസ് ദ മ്യൂസിക്. സോ ഫേസ് ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അല്ലെ അതിന്റെ പേരിൽ സഫർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നോക്കിയേ. ഹി സ്പോക്ക് ഇംഗ്ലീഷ് ഹെർ സ്പോക്കൺ ഇംഗ്ലീഷ് ലീവ്സ് എ ലോട്ട് ടു ബി ഡിസയേർഡ്. സോ എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് നോട്ട് വെരി ഗുഡ്, അല്ല കുറച്ചുകൂടി പഠിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അത് അത്ര നല്ലതല്ല, അല്ലെ ഒന്നും കൂടി നന്നാക്കണം. സോറി ഫോർ ലീവിങ് യു ഇൻ ദി ലേർച്ച് ബട്ട് ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 10 AM. സോ എന്ന് പറഞ്ഞാൽ ലീവ് വിത്തൗട്ട് ഹെൽപ്പ് ഓർ പ്രൊട്ടക്ഷൻ വെൻ ഇറ്റ് ഈസ് നീഡഡ്. സഹായം വേണ്ട സമയത്ത് എനിക്ക് അല്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇഫ് ഐ വെർ ഇൻ യുവർ ഷൂസ് ഐ വുഡന്റ് ഡു ഇറ്റ് ദാറ്റ്. അല്ല ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. നെക്സ്റ്റ് നോക്ക്. ദേ വൺ ദി മാച്ച് ബൈ ദ സ്കിൻ ഓഫ് ദർ ടീത്ത്. ബൈ ദ സ്കിൻ ഓഫ് ദർ ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ല് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയില്ലേ ഭാഗ്യത്തിന് എന്ന്, അതാണ്. നമ്മൾ മലയാളത്തിൽ പറയല്ലേ എന്താ വേറെ എന്തെങ്കിലും ടേം ഉണ്ടോ അല്ലെ, ഒരു ചെറിയൊരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ്. ദേ ആർ ഡിറ്റർമൈൻഡ് ടു വിൻ ദിസ് ഗെയിം ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. അല്ലെ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ബൈ എനി വേ, അല്ലെ എന്തെങ്കിലും വഴിയിൽ, അല്ലെ ഏതെങ്കിലും ഒരു വഴി നമുക്കത് ജയിച്ചേ തീരുമെന്നാണ്. ദ ടു കോമ്പീറ്റിംഗ് ഫംസ് ഹാവ് ബീൻ അറ്റ് ലോഗർ ഹെഡ്സ് ഫോർ ക്വൈറ്റ് സം ടൈം നൗ. സോ അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല രസത്തിലല്ല എന്നാണ് ഉദ്ദേശിച്ചത്, കുറച്ച് ഫൈറ്റിംഗ് ടേംസിലാണ്. നെക്സ്റ്റ് നോക്കിയേ. അവർ പ്രോഫിറ്റ്സ് ഹാവ് ഗ്രോൺ അപ്പ് ലീപ്സ് ആൻഡ് ബൗൺസ് ദിസ് ഇയർ. അതായത് ലീപ്സ് ആൻഡ് ബൗൺസ് പറഞ്ഞാൽ പെട്ടെന്ന് പുരോഗമിക്കുക, പ്രോഫിറ്റ് അല്ലെ ഒന്ന് പെട്ടെന്ന് കൂടി എന്നാണ്. ലാസ്റ്റ് ഒരു ടാസ്ക് ഉണ്ട് നോക്ക്. മാച്ച് ഈച്ച് ഇഡിയം വിത്ത് ഇറ്റ്സ് മീനിങ്. നോക്കാം. ഗെറ്റ് ഓഫ് ഓൺ ദ റോങ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഏത് വരും? ഐ ആണ്. അതായത് സ്റ്റാർട്ട് ഓഫ് ഇൻ എ ബാഡ് വേ, അല്ലെ എന്താണ് മോശമായിട്ട് തുടങ്ങുക, എന്തെങ്കിലും മോശമായിട്ട് അല്ലെ തുടക്കം തന്നെ അല്ലെ മോശമായി പോവാം. നെക്സ്റ്റ് നോക്ക്. ഓൾ ഇയേഴ്സ്. ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി കീൻ ടു ഹിയർ, അല്ലെ ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലെ നല്ലോണം കേൾക്കുന്നുണ്ട് എന്നാണ്. മേക്കപ്പ് യുവർ മൈൻഡ് എന്നാണ് ഉള്ളത്. അത് നമ്മൾ അങ്ങനെ യു എന്ന് അതിൽ വെക്കരുത്. നമ്മൾ ഇഡിയംസ് ഒക്കെ എന്ത് ചെയ്യണം, എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഉപയോഗിക്കണം. അതിന്റെ ഒറിജിനൽ വേർഡ്സ് മാറ്റി വേറെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. സോ എന്ത് ചെയ്യണം, ഇത് തെറ്റാണ്. അവിടെ മേക്കപ്പ് വൺസ് മൈൻഡ്സ് എന്നാക്കുക, വൺസ്. സോ വൺസ് മാറ്റിയിട്ടാണ് നമ്മൾ സെന്റൻസ് പറയുമ്പോൾ യുവേഴ്സ് എന്ന് പറയുള്ളൂ. സോ ഒറിജിനൽ ഇഡിയം വൺസ് എന്നാണ്. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് എന്നുള്ളതാണ്, തീരുമാനിക്കുക എന്നുള്ളതാണ്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ് ജെ, അല്ലെ ജെ ആണ് വരിക. അൺകംഫർട്ടബിൾ, അല്ലെ വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട മീനിനെ പോലെ എന്നാണ് പറയുന്നത്. അതായത് ശ്വാസം അല്ലെ എന്തോ ഒരു ഡിസ്കംഫർട്ട്. എ ലോങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ ജി ആണ് വരിക. അതായത് ലുക്കിംഗ് ഡിപ്രസ്ഡ് ഓർ ഗ്ലൂമി, അല്ലെ ലോങ് ഫേസ്ഡ്, അതായത് എന്തോ ദുഃഖമുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അല്ലെ ഡിപ്രഷൻ ആണ്. നെക്സ്റ്റ് നോക്കി. ഷോ ദ റോപ്സ് എന്ന് പറഞ്ഞാലോ ബി ആണ്. അതായത് ഇൻട്രൊഡ്യൂസ് സംവൺ ടു ഹൗ ടു ഡു എ ജോബ്, അല്ലെ എങ്ങനെയെങ്കിലും ഒരു കാര്യം അല്ലെ പുതിയതായിട്ട് വന്ന ആൾക്കൊക്കെ മറ്റു എന്ത് ചെയ്യപ്പോ ഒന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് നോക്കി. ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ സി, അല്ലെ അതായത് അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയില്ലേ ബീറ്റ് അബൌട്ട് എ ബുഷ്, അതായത് കാട് കയറുക എന്ന് പറയുന്നില്ലേ, അതിന്റെ ഇംഗ്ലീഷ് ആണ്. നെക്സ്റ്റ് നോക്ക്. ജമ്പ് ദ ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഡി ആണ്. ഡു സംതിങ് ബിഫോർ യു ഷുഡ് ഡു ഇറ്റ്. നമ്മൾ പറയില്ലേ ജമ്പ് ദ ഗണ്ണ്, ചാടി അല്ലെ എടുത്തു ചാടുക എന്ന് പറയില്ലേ, അതാണ്. ഡാർക്ക് ഹോഴ്സ്
അതായത് ആണ് സംബൺ ഹു അച്ചീവ് സക്സസ് അൺഎക്സ്പെക്റ്റഡ്ലി. അല്ല, അതായത് നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും അവസാനം വിജയിക്കുന്നത്. സോ അതാണ് എന്ത് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കില്ല, ബട്ട് അതായിരിക്കും ഒരു ഡേഞ്ചർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സമർത്ഥനായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ സിമ്പൽ ഒന്നും നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് എന്താണ് റെഡ് ടേപ്പ് സിസ്റ്റം എന്ന് പറയില്ലേ നമ്മള്, എന്താ അത് ആണ്. അതായത് ഡിലേ കോസ്ഡ് ബൈ ബ്യൂറോക്രസി. സോ ഈ നമ്മൾ ഓഫീസിലൊക്കെ പോയാൽ പറയല്ലേ എന്താണ് അതിന് മറ്റു പല പണികളുണ്ട്, ഇതുണ്ട് നാളെ വരുമോ എന്ന് പറയും. സോ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് എന്താ പറയാ റെഡ് ടേപ്പ് സിസ്റ്റം. നമ്മളെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, പലതും പറഞ്ഞു ഡിലേ ചെയ്തുകൊണ്ടിരിക്കുക. Thus we have completed our chapter phrasal verbs and idiomatic expressions. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. സോ വൃത്തിയായിട്ട് പഠിക്കുക. Meet you in the next class with the next chapter.